പന്തളം രാജാവ് രാജശേഖരന് തൻ്റെ വളർത്തുമകൻ മണികണ്ഠനെ ജീവനായിരുന്നു. പക്ഷേ രാജ്ഞിക്ക് അസൂയ, സ്വന്തം മകനെ രാജാവാക്കണമെന്ന മോഹം. ദുഷ്ടനായ മന്ത്രി ഉപദേശിച്ചു, രാജ്ഞി, നിങ്ങൾക്ക് തലവേദന വന്നു എന്ന് അഭിനയിക്കൂ, പുലിപ്പാൽ മാത്രമേ മരുന്ന് എന്ന് പറയൂ. മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കൂ, അവൻ തിരിച്ചു വരില്ല. രാജ്ഞി രോഗം അഭിനയിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ജീവിക്കണമെങ്കിൽ പുലിപ്പാൽ വേണം. എൻ്റെ മോൻ മണികണ്ഠൻ ധീരനാണ്, അവൻ കൊണ്ടുവരും. മണികണ്ഠന് വെറും 12 വയസ്സ്. പക്ഷേ അവൻ ചിരിച്ചു. അമ്മയുടെ ജീവന് വേണ്ടി ഞാൻ പുലിപ്പാൽ കൊണ്ടുവരാൻ. അവൻ തനിയെ കൊടുംകാട്ടിലേക്ക് നടന്നു. കയ്യിൽ ആയുധമില്ല, മനസ്സിൽ പേടിയില്ല, വിശ്വാസം മാത്രം. കാട്ടിൽ ഇന്ദ്രനും ദേവന്മാരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മണികണ്ഠൻ ആരാണെന്ന് അവർക്കറിയാം. ഹരിഹരസുതൻ, ശിവന്റെയും വിഷ്ണുവിൻ്റെയും പുത്രൻ. മണികണ്ഠൻ ഒരു മരച്ചുവട്ടിലിരുന്ന് ധ്യാനിച്ചു. പെട്ടെന്ന് ഒരു ഉഗ്രൻ പുലി വന്നു. പുറകെ 100 കണക്കിന് പുലികൾ. മണികണ്ഠൻ ഓടിയോ? ഇല്ല. അവൻ സ്നേഹത്തോടെ അവരെ നോക്കി. പുലികൾ ശാന്തരായി. ഏറ്റവും വലിയ പുലി വന്ന് അവൻ്റെ കാൽക്കൽ കിടന്നു, വളർത്തുപൂച്ചയെപ്പോലെ. മണികണ്ഠൻ അവസാനം പുലിയെ കറന്ന് പാലെടുത്തു. എന്നിട്ട് പുലിയുടെ പുറത്തു കയറിയിരുന്നു. പന്തളത്ത് രാജാവും രാജ്ഞിയും കാത്തിരുന്നു. മണികണ്ഠൻ മരിച്ചു കാണുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഭൂമി കുലുങ്ങി. എല്ലാവരും പുറത്തേക്കോടി. എന്താണ് കണ്ടതെന്നറിയണ്ടേ? മണികണ്ഠൻ പുലിയുടെ പുറകെ 100 കണക്കിന് പുലികൾ. അവൻ ഇറങ്ങി വന്ന് പാൽ രാജ്ഞിക്ക് കൊടുത്തു. അമ്മേ, ഇതാ പുലിപ്പാൽ, കുടിച്ചിട്ട് സുഖമാകട്ടെ. രാജ്ഞി ബോധം കെട്ട് വീണു. തെറ്റ് മനസ്സിലായി. അവൻ്റെ കാൽക്കൽ വീണു കരഞ്ഞു. നീ മനുഷ്യനല്ല, നീ ദൈവമാണ്, എന്നോട് ക്ഷമിക്കൂ. മണികണ്ഠൻ ചിരിച്ചു. സാരമില്ല അമ്മേ, ഞാൻ ഭൂമിയിൽ വന്നത് എൻ്റെ മക്കളെ രക്ഷിക്കാനാണ്, ദുഷ്ടരെ നശിപ്പിക്കാനാണ്, ധർമ്മം ജയിക്കും എന്ന് കാണിക്കാനാണ്. പിന്നെ രാജാവിനോട് പറഞ്ഞു, എൻ്റെ ജോലി ഇവിടെ തീർന്നു, ഞാൻ ശബരിമലയിൽ പോയിരിക്കും. 41 ദിവസം വ്രതം നോറ്റ് സ്വാമീ ശരണമയ്യപ്പ എന്ന് വിളിച്ചു വരുന്ന ഏതൊരു ഭക്തനെയും ഞാൻ കാത്തു രക്ഷിക്കും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ